എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള തിരുവെഴുത്തുകളാണ് വായിച്ചത്. ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരുശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധകളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. നിത്യം ഓറ്റുന്നവൻ അതികളൊഴിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം ഓറ്റുന്നവൻ അതികളൊഴിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം ഓറ്റുന്നവൻ കൊണ്ടു വരുന്നവൻ ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. അല്പസമയങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കാം. അനുഗ്രഹിക്കപ്പെട്ടതായ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പേരുപേരായിട്ട് വന്ദനം ചൊല്ലുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള തിരുവെഴുത്തുകളാണ് തിരുവചന ധ്യാനത്തിന് അടിസ്ഥാനമായിട്ട് വായിച്ചത്. വളരെ പരിചിതമായ വാക്യമാണ്.
അതുകൊണ്ട് യേശു തന്റെ ദേഹം എന്ന തിരശ്ശീല കൊണ്ട് നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാപുരോഗതിനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങമാൻ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ഇവിടെ രാഹുവാനത്തോടെ പറയുകയാണ്, നിങ്ങൾ അടുത്തു വരണം, എല്ലാവരും അടുത്തു വരണം. ഇന്ന് രാത്രി മനസ്സുകൊണ്ടും അല്ലെങ്കിൽ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തി ദോഷം കൊണ്ടുമൊക്കെ ദൈവത്തിൽ നിന്ന്, ദൈവസഭയിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന്, ആരാധനയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം ഇന്ന് രാത്രി അടുത്ത് വരണം. എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. മനുഷ്യര് പലരെ അകത്ത് നിർത്തും. ചിലർക്ക് ചിലരോട് ഇഷ്ടമില്ലെങ്കിൽ പറയും, പുള്ളിയെ അടുപ്പിക്കരുത്, ഒക്കെ പറഞ്ഞേക്കായിരിക്കുന്ന പമ്മിയിരിക്കുന്നത്. കാരണം നിങ്ങൾ പുറകോട്ടൊന്നിട്ടില്ല. നിങ്ങൾ ചിലരെ പറ്റി ചിലരോട് പറഞ്ഞിട്ടില്ല കൂടുതൽ അടയത്തരവും പരമാർത്ഥികൾ ഇന്ന് രാത്രി വന്നതിന് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഒന്നും പറയാതെ അതെ, ഇവിടെ പലരെയും അകത്ത് നിർത്തുമ്പോൾ, അടുപ്പിക്കാതിരിക്കുമ്പോൾ സകലരെയും അടുത്തോട്ട് വിളിക്കുന്നവനാണ് ദൈവം. ഇന്ന് രാത്രി ആ ഭാഗത്തേക്ക് നമുക്ക് വരണം. ദൈവവചനത്തിന്റെ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. നമുക്കറിയാം, ഈ സത്യ വേദ പുസ്തകം 66 പുസ്തകമാണ്. എപ്പോഴും ഞാൻ പറയും, ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. ഞാൻ താഴോട്ട് ഇറങ്ങുന്നതിന് വിരോധമുണ്ടോ? അത് ഇറങ്ങാൻ ഒക്കുകയല്ലതാണ്. അപ്പോൾ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകവും ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. മൊത്തം എത്ര പുസ്തകമാണ്? അപ്പോൾ 66 പുസ്തകം. വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമായി ദോഷം വന്നിട്ടുണ്ട്. തെളിവ് വേണോ? ഉള്ള പ്രത്യാശയും വിശ്വാസവും പോയിരിക്കൂ. തിരുവല്ലായിലെ KB യോഗന്നാന്റെ ഈ ഗോഡൌണിലോട്ട് ലോറി കൊണ്ടുവന്ന് ബൈബിൾ ഇറക്കുമ്പം കെട്ടുകണക്കിന് ചുമന്ന ഒരാളെ എനിക്കറിയാം. ഒരിക്കൽ ഞാൻ കണ്ടപ്പം പുള്ളി കുടിച്ച്, എൻ്റെ ഭാഷയാ, കുടിച്ച് വെടുത്ത് ഓടെ കിടക്കുക. എടുത്തവന് ദോഷം വന്നില്ലേ? യോ, നമ്മൾ എടുക്കുന്നതിനേക്കാളും കൂടുതൽ പുള്ളി നിങ്ങൾക്ക് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത് എടുക്കേണ്ടതുപോലെ എടുത്തവന് ദോഷമൊന്നും വന്നിട്ടില്ല. എടുക്കേണ്ടതുപോലെ എടുത്തവന്, ചുമക്കേണ്ടതുപോലെ ചുമന്നവന്. ഇത് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ അവിടെ പമ്മിയിരിക്കുക. മോനോട് ഇങ്ങോട്ടോ, എന്നെ കാണാനല്ലേ, യോഗ കഴിയുമ്പോൾ പടുതി വേദന എടുക്കും, നാളെ വരികയില്ല. അപ്പോൾ ഇത് ഈ പുസ്തകം എടുക്കേണ്ടതുപോലെ എടുത്തവർക്ക് ഒരു ദോഷവും വന്നിട്ടില്ല, വരത്തുമില്ല. അവരെയും അവരുടെ തലമുറകളെയും ദൈവം ഉയർത്തിയിട്ടുണ്ട്, ഇനിയും ദൈവം ഉയർത്തും. അപ്പൊ ഈ 66 പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ്. ഏതാണ്ട് 40 എഴുത്തുകാര്, നിങ്ങൾക്കറിയാം, 1600 കൊല്ലം കൊണ്ട് വിവിധ ഇടങ്ങളിൽ ഇരുന്ന് എഴുതി തീർത്തതാ ഈ സത്യവേദ പുസ്തകം. അല്ലാതെ ഒരാള് കുത്തിരി ഇരുന്ന് അച്ഛനിരുന്ന് എഴുതുകയല്ല. വേറെ ചിലരെ ഈ മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിക്കുകയും പറയിപ്പിക്കുകയും ചെയ്യാം. നമ്മൾ മനസ്സിലായി, തത്തയെ കൊണ്ട് അത്യാവശ്യമാണെന്ന് പറഞ്ഞില്ലേ താത്ത?
ഇത് തത്തയെ കൊണ്ടും മാടത്തെ കൊണ്ടും ഒന്നും എഴുതിപ്പിച്ചതല്ല, കന്നിനെയും കന്നാലിയെയും കൊണ്ടൊന്നും എഴുതിപ്പിച്ചത് അല്ല, മനുഷ്യൻ എഴുതിയതാണ്. അതെന്താ മനുഷ്യൻ എഴുതിയത്? മനുഷ്യന് വേണ്ടിയുള്ളതാണ്. ഇത് കന്നാലിക്ക് വേണ്ടിയുള്ള പുസ്തകമല്ല, തത്തയ്ക്ക് വേണ്ടിയുള്ള പുസ്തകമല്ല, ഇത് പക്ഷി കൂട്ടത്തിനോ മൃഗജാലങ്ങൾക്കുള്ള പുസ്തകമല്ല, മനുഷ്യജാതിക്കുള്ള പുസ്തകമാണ്. അതുകൊണ്ട് ദൈവം മനുഷ്യനെ കൊണ്ട് തന്നെ ഇത് എഴുതിപ്പിച്ചിരിക്കുന്നു. അതായത് പുസ്തകത്തിന്റെ വിശേഷത. അപ്പോൾ 66 പുസ്തകങ്ങൾ, 40 എഴുത്തുകാർ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ട് എഴുതി തീർത്ത പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഈ എഴുത്തുകാരിൽ പലരും തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ വായിച്ചു വരുമ്പോൾ ഇവര് കണ്ടതുപോലെ എഴുതി വെച്ചേക്കുന്നത്. ഉദാഹരണത്തിന് ആദ്യത്തെ പുസ്തകം എഴുതിയ മോശയും ഒടുവിലത്തെ പുസ്തകം എഴുതിയ യോഹന്നാനും തമ്മിൽ കണ്ടിട്ടില്ല നേരിട്ട് ഈ ഭൂമിയിൽ. പക്ഷേ വായിച്ചു വരുമ്പോൾ ഒരാൾ എഴുതിയതുപോലെ തോന്നും. ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. അങ്ങനെയുള്ള ഈ പുസ്തകം പല നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവർ എഴുതിയതാണ്. 2 ഭാഗമാണ് നമുക്കറിയാം, പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങൾ, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണ്. 40 എഴുത്തുകാരിൽ 32 എഴുത്തുകാരാ പഴയ നിയമം എഴുതി തീർത്തത്, 8 എഴുത്തുകാരാ പുതിയ നിയമം എഴുതി തീർത്തത്. ആ പുതിയ നിയമത്തിലെ 8 എഴുത്തുകാരിൽ 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. നമുക്കറിയാം 4 പേര് അപ്പോസ്തലന്മാര് മത്തായി, പത്രോസ്, യോഹന്നാൻ, പൗലോസ്. അപ്പോസ്തലന്മാര് 4 പേര്. 4 എഴുത്തുകാർ അപ്പോസ്തലന്മാരല്ല, ലൂക്കോസും മർക്കോസും യാക്കോബും യൂദയും. എന്നാൽ ഇവർ 2 പേര് 2 അപ്പോസ്തലന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു, മർക്കോസും ലൂക്കോസും. മർക്കോസ് പത്രോസിന്റെ കൂടെയും ലൂക്കോസ് പൗലോസിന്റെ കൂടെയും ശുശ്രൂഷയിൽ വളരെ സഹായമായിരുന്നു, ഒന്നിച്ചുള്ള വേല. അങ്ങനെ പുതിയ നിയമത്തിലെ 27 പുസ്തകം തരംതിരിച്ച് പഠിക്കുമ്പോൾ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. രണ്ടാമത്തെ ഭാഗം ലേഖന പരമ്പരകളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. ഒടുവിൽ വെളിപ്പാട് പുസ്തകം. ഇങ്ങനെയാണ് ഈ പുസ്തകം തരംതിരിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകം. ആ ചരിത്ര പുസ്തകം 2ആയിട്ടാണ് തരംതിരിച്ച്, 2 ചരിത്രമാണ്. ആദ്യത്തെ 4 പുസ്തകം നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ ചരിത്രം, നല്ല ചരിത്രമാണ്. നമ്മുടെ ചരിത്രം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ കേൾക്കാൻ വലിയ താല്പര്യം നമ്മൾ ചില ഈ സഭകളിൽ ഇപ്പൊ അങ്ങനെ അധികം കാണുന്നില്ല. സഭകളിലൊക്കെ ഗസ്റ്റ് വരുമ്പോൾ ചില ആൾക്കാരന്ന് സാക്ഷ്യത്തിന് എഴുന്നേക്കും. അന്നേരം കൂട്ടുവയസ്സാണ് തുടങ്ങി. 4 ഇത് തന്നെ ആയിരുന്നു, ഇത് 4 ഇത് തന്നെ ആയിരുന്നു. പിന്നെ വേറൊരു പുള്ളി പറയും, പുള്ളിക്ക് എപ്പോഴും ഉള്ളത് ആരെങ്കിലും പുതുതായിട്ട് വരുമ്പം പഴയതെല്ലാം കൂടെ. അപ്പൊ കൊച്ചുങ്ങൾ പറഞ്ഞു, ഓ കേട്ട് മാറ്റത്ത്. പാസ്റ്റർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് മെനക്കേട് എഴുതിയിട്ടുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രങ്ങൾ സത്യമായിരിക്കും, ഉള്ള കാര്യമാണ്. പക്ഷെ കുറച്ച് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മടുപ്പാ. പക്ഷെ യേശു ക്രിസ്തുവിന്റെ ചരിത്രം എത്ര കേട്ടാലും മടുക്കത്തില്ല. യേശു ക്രിസ്തുവിന്റെ ചരിത്രം എവിടെയും പറയാവുന്ന ചരിത്രമാണ്. നേരത്തെ കേൾക്കാം. രോഗികൾ കേട്ടാൽ സൗഖ്യം വരുന്ന ചരിത്രമാണ്. മനോവിഷമമുള്ളവർക്ക് കേൾക്കുമ്പോൾ മനോദുഃഖം മാറി വിടുതൽ പ്രാപിച്ചു പോകുന്ന ചരിത്രമാണ്. മുടന്തനും ബലഹീനനും രോഗികളും വന്നാൽ തിരിച്ച് അങ്ങനെ ചരിത്രം കേട്ടാൽ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി പോകുന്ന ചരിത്രമാണ്. കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടിരിക്കാൻ കൊള്ളാവുന്ന ചരിത്രം, അപാകതയില്ലാത്ത ചരിത്രം, ന്യൂനതയില്ലാത്ത ചരിത്രം, നല്ല ചരിത്രം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ വിവരിക്കുന്നില്ല അധികം. ആദ്യത്തെ 4 പുസ്തകം ക്രിസ്തുയേശുവിന്റെ ചരിത്രമാണ്. ചരിത്രം അധികം കേട്ടിരിക്കാനും കൊള്ളുകയില്ല, അധികം വിളമ്പാതിരിക്കുന്നതുമാ നല്ലത്. ഒരാളുടെ ചരിത്രം പറഞ്ഞു അവൻ സ്വന്തം അനിയനോട് മിണ്ടുകയില്ല, ചരിത്രം പറയാൻ സ്വന്തം അനിയനോട് മിണ്ടുകയില്ല. അവനാ
വേറൊരു സഹോദരി സാക്ഷി പറയാൻ അതിന് കറങ്ങി നിൽക്കുക. അപ്പൊ ഒരാൾ പറഞ്ഞു, പെട്ടതോളയ്ക്ക് വെള്ളം കൊടുക്കാത്തവള അവൾ. ആ ചരിത്രം എന്നെ നിങ്ങൾക്കെല്ലാം ഒരു മൗനത പോലെ. അതുകൊണ്ട് വേറൊരാൾ ചരിത്രം, അവൻ സഭയിലെ വലിയ വാറതാന, അവൻ എഴുന്നേറ്റ് നേരത്തെ ഇരുന്ന മാസ്റ്ററെ അവൻ കെട്ടിച്ചവനാ. അവൻ ചരിത്രം പറയാൻ എന്നെ നിങ്ങൾക്കെല്ലാം ഒരു ഏതായാലും നാളെയും കൂടെ വാ ദൈവം അനുവദിച്ചു. അതാണ് പറയുന്നത്, നമ്മുടെ ആരുടെയും ചരിത്രം അധികം പറയാതിരിക്കുന്നതാ മാനത്തിന് മുന്നേ മൗനം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ചരിത്രം നല്ല ചരിത്രമാണ്. ആരോടും പറയാം, എവിടെയും പറയാം, ആർക്കും കേട്ടിരിക്കാം. നല്ല ചരിത്രമാണ് ക്രിസ്തുവിന്റെ ചരിത്രം. ദൈവത്തിന് മഹത്വം. അടുത്ത 5-ാമത്തെ പുസ്തകം, 5 പുസ്തകമാണല്ലോ ചരിത്ര പുസ്തകം. അതിലെ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രം. 5-ാമത്തെ പുസ്തകം ആദിമ സഭയുടെ ചരിത്രമാണ്. അത് IPC അസംബ്ലീസ് ബോർഡും ചർച്ച ബോർഡും ഇൻഡിപെൻഡന്റും ഒന്നുമല്ല, രക്ഷിക്കപ്പെട്ടവരുടെ ചരിത്രമാണ്. IPCയുടെ ചരിത്രമല്ല ഇത്, അസംബ്ലീസ് ബോർഡിന്റെ ചരിത്രവും അല്ല ഇത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ചർച്ച ബോർഡിന്റെ ചരിത്രവും ഒന്നുമല്ല. അവരുടെ ചരിത്രം ഒന്നും അധികം വിളമ്പാതിരിക്കുന്നതാ. മിണ്ടുന്നില്ല. ചരിത്രം പറയുമ്പോ എല്ലാം പറയണ്ടേ, അപ്പൊ എല്ലാം മിണ്ടാതിരിക്കുന്നതാ നല്ലത്. ഇത് രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളുടെ ചരിത്രമാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തിയിലെ 28 അധ്യായത്തില് നമ്മൾ പഠിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, ആദിമ സഭയുടെ ചരിത്രം. ഇങ്ങനെയാണ് ആദ്യത്തെ 5 പുസ്തകം പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകം. പിന്നീട് ലേഖന പരമ്പരകളാണ് 21 ലേഖനം. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ വിശ്വാസത്താൽ നീതീകരണം അത് തുടങ്ങി ഒടുവിൽ വീഴാതെ നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ പറഞ്ഞ ഈ ലേഖനം അവസാനിക്കുന്നത് റോമാലേഖനം വിശ്വാസത്താൽ നീതീകരണം, നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ഉപദേശ വിഷയങ്ങളാണ് എല്ലാ ലേഖനത്തിലും. ഒടുവിൽ യൂദരുടെ ലേഖനം പറഞ്ഞ് അവസാനിപ്പിക്കുക, വീഴാതെ കൊണ്ട് നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് മുഴുവൻ ഉപദേശ വിഷയങ്ങളാ ലേഖനങ്ങൾ മുഴുവൻ. ഒടുവിൽ വെളിപ്പാട് പുസ്തകം. വരാനിരിക്കുന്ന സംഭവങ്ങളെല്ലാം നേരത്തെ ക്രമപ്പെടുത്തി ക്രമീകരിച്ചു വെച്ചത് തക്ക സമയം വന്നവ കർട്ടൻ മാറ്റി അല്ലെങ്കിൽ മറ നീക്കി വെളിപ്പെടുത്തി കൊടുത്ത പുസ്തകം വെളിപ്പാട് പുസ്തകം 22 അധ്യായം. നമ്മൾ ഇന്ന് രാത്രി എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള തിരുവെടുത്താണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. നിങ്ങൾക്കറിയാം, 21 ലേഖനങ്ങളിൽ സിംഹഭാഗ ലേഖനങ്ങളും ദൈവത്തിന്റെ ദാസനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. സിംഹഭാഗ ലേഖനങ്ങളും പൗലോസിന്റെ ലേഖനമാണ്. ഈ ലേഖനങ്ങളെല്ലാം വളരെ ഈടുറ്റ ലേഖനങ്ങളാണ്. ദൈവത്തിന് മഹത്വം, വളരെ ആഴമേറിയ ലേഖനങ്ങൾ. പൗലോസ് ഏതാണ്ട് 4 ലേഖനം എഴുതിയെന്ന എബ്രായ ലേഖനോട് ചേർത്ത് പഠിക്കുമ്പോൾ ഇഷ്ടമുള്ള ലേഖനം നമുക്കറിയാം. യാക്കോബിന്റെ 1 ലേഖനം, യൂദയുടെ 1 ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം. ഇങ്ങനെയാണ് 21 ലേഖനങ്ങൾ. ഞാൻ ലേഖനങ്ങളെല്ലാം ഉപദേശ വിഷയങ്ങളാണ്. റോമാലേഖനം വിശ്വാസത്താനുള്ള നീതീകരണം, കൊരിന്ത് ലേഖനം വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണം, ഗലാത്യ ലേഖനം അങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യമാണ്. എഫേസ്യ ലേഖനം അവരുടെ സ്ഥാനമാനങ്ങളെ കാണിക്കുന്നു. ഫിലിപ്പിയ ലേഖനം അങ്ങനെയുള്ളവരുടെ സന്തോഷത്തെ കാണിക്കുന്നു. കൊലോസ്യ ലേഖനം ആ വിശുദ്ധന്മാരുടെ അവകാശത്തെ കുറിക്കുന്നതാണ്. തെസ്സലോനിക്ക ലേഖനം അവരുടെ പ്രത്യാശയെ പ്രകീർത്തിക്കുന്നു. തിമോത്തിയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും മുഴുവൻ പ്രമാണ വിഷയങ്ങൾ, ഉപദേശ വിഷയങ്ങളാണ്. അതുപോലെ തന്നെ തീത്തോസിന്റെ ലേഖനവും അതിനോട് ചേർത്ത് പഠിക്കുമ്പോൾ ഉപദേശ വിഷയത്തെ കർക്കശമായി കാണിക്കുന്നു. ബിലോമോന്റെ ലേഖനം വളരെ നല്ല സൽപ്രവൃത്തികൾ ചെയ്ത് ജീവിക്കണം, ഇനി പഴയതിലോട്ടൊന്നും പോകരുത്. എബ്രായ ലേഖനം ഇങ്ങനെ ജീവിക്കുന്നവർക്ക് വേണ്ടി ദൈവം നല്ലതൊന്ന് കരുതി വെച്ചിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനം ഇങ്ങനെ കരുതി വെക്കുന്ന അനുഭവിക്കുന്ന ദൈവമക്കൾ പ്രവൃത്തിയിൽ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കണം. യാക്കോബിന്റെ ലേഖനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പത്രോസിന്റെ 2 ലേഖനം വലിയ പ്രത്യാശയ്ക്കായി നമ്മൾ കാത്തിരിക്കുക. ഇത് മുഴുവൻ കത്തി കഴിയും, കത്താത്ത നശിക്കാത്ത ഒന്നിനായി കാത്തിരിക്കുന്നു. യോഹന്നാന്റെ 3 ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്, ആ 3 ലേഖനം പഠിപ്പിക്കുന്നത്
ദൈവസ്നേഹം, ചീർക്കാത്ത, നിഗളിക്കാത്ത, സ്വാർത്ഥതയില്ലാത്ത, സ്വേച്ഛത അന്വേഷിക്കാത്ത ദൈവസ്നേഹം. അതാണ് യോഹന്നാന്റെ 3 ലേഖനം. ഒടുവിൽ യൂദകളുടെ ലേഖനം മുമ്പേ ഓർപ്പിച്ചല്ലോ, ഇങ്ങനെയൊക്കെ നിൽക്കുന്നവരെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു നല്ല ദൈവമാണ്. ഇതാണ് ലേഖനത്തിലെ ഉപദേശ വിഷയങ്ങളെല്ലാം നമുക്ക് തരുന്ന പാഠം. അത് നമ്മൾ ഇന്ന് രാത്രി എബ്രായ ലേഖനം 10:19 മുതലാണ് വായിച്ചത്. ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം, വിശേഷിച്ച് പൗലോസിന്റെ ലേഖനം. പൗലോസിന്റെ ലേഖനത്തെ പറ്റി തന്നെ വേറെ പുസ്തകത്തിലുണ്ട്. എല്ലാവർക്കും ഇത് ഗ്രഹിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് അജ്ഞാനികളായവര്, ഇതിനെപ്പറ്റി ഗ്രാഹ്യമില്ലാത്തവര് മറ്റു തിരുവെഴുത്തുകളെ പോലെ ഇത് കോട്ടിക്കളയുന്നുണ്ട്. 3:15 വായിച്ചു. 3:15 പത്രോസിന്റെ 2-ാം ലേഖനം 3:15. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം സകല ലേഖനങ്ങളിലും ഇത് എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലത് ഉണ്ട്, ചിലതുണ്ട്. പൗലോസിന്റെ ലേഖനത്തിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലത്, വിശേഷിച്ച് എബ്രായ ലേഖനം എല്ലാവർക്കും ഒന്നും ഗ്രഹിക്കാനൊക്കത്തില്ല, വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിനെപ്പറ്റി അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവര് ശേഷം തിരുവെഴുത്തുകളെ പോലെ നാശത്തിനായിട്ട് കോട്ടി മാറ്റി കളയുക. അപ്പോൾ വളരെ ഈടുള്ള ലേഖനമാണ്. ഇനി കൊടുത്തിറക്കെടുക്കുക 1-ാം ലേഖനം 10:10 തോന്നുന്നു. ഒന്ന് വായിച്ചപ്പോ ഞാൻ പറയാം, ഇല്ലെങ്കിൽ 2-ാം ലേഖനമാണ്. എന്തായാലും 2-ാം ലേഖനം 10:10 വായിച്ചതാന്ന് തോന്നുന്നു, എനിക്ക് തെറ്റിയതാ. അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവും ഉള്ളവ തന്നെ. അപ്പൊ ഘനവും ഊറ്റവും ഉള്ളത് തന്നെ. ശരീരസന്നിധിയോ ശരീരം ബലഹീനമാണ്. അതുകൊണ്ട് സാത്താന്റെ ദൂതനെ എല്ലാം ഏൽപ്പിച്ചു ബലഹീനത പലതുണ്ട്. ശരീരം ബലഹീനമാകുമ്പോൾ ലേഖനം നല്ല ഊറ്റമുള്ളതും ഘനമുള്ളതുമാണ്. വാക്ക് നിന്യവും അത്രയെന്ന് ചിലർ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് ലേഖനം വളരെ ഊറ്റോ ഘനമോ ഉള്ളതാണ്. പത്രോസ് പറഞ്ഞിരിക്കുന്നത് ചില മനുഷ്യരിത് കോട്ടി കളയുന്നുണ്ട്. അപ്പോൾ വളരെ ഈടുറ്റ ലേഖനം, ആഴമേറിയ ലേഖനമാണ് പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം തന്നെ. അതിൽ എബ്രായ ലേഖനം ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ചില ആൾക്കാര് വേദപഠിതാക്കളിൽ തന്നെ ചെന്ന് പറയുന്നത് ഇത് പൗലോസ് എഴുതിയതല്ലെന്ന് പറയുന്നവരുണ്ട്. മറ്റ് ചിലര് എഴുതിയതാണെന്ന് ശഠിക്കുന്ന, വാദിക്കുന്ന ചിലരുണ്ട്. അപ്പോൾ പൗലോസിന്റെ ലേഖനം വളരെ ആഴമേറിയ ഊറ്റമുള്ള ഘനമുള്ള ലേഖനമാണ്. എബ്രായ ലേഖനം പൗലോസ് എഴുതിയത് അല്ലെന്ന് വാദിക്കുന്ന, ശഠിക്കുന്ന, അത് സ്ഥാപിക്കാൻ തുനിയുന്ന ചിലരുണ്ട്. എന്നാൽ എബ്രായ ലേഖനം നന്നായി പഠിക്കുന്ന ഒരു പഠിതാവിന് മനസ്സിലാകും ഇത് ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്, വളരെ ആഴമേറിയ ലേഖനമാണ്. ഞാൻ ഓർമ്മിച്ചല്ലോ, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ ഏതാണ്ട് 14 ലേഖനം പൗലോസ് എഴുതി. പൗലോസിന്റെ ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞു, പഠിച്ചാൽ രക്ഷാശാസ്ത്ര പ്രകാരമുള്ള ലേഖനമുണ്ട്, ക്രിസ്തുശാസ്ത്ര പ്രകാരമുള്ള ലേഖനമുണ്ട്, സഭാശാസ്ത്ര പ്രകാരമുള്ള ലേഖനമുണ്ട്, അന്ത്യകാല ശാസ്ത്ര പ്രകാരമുള്ള ലേഖനമുണ്ട്. അതിൽ രക്ഷാശാസ്ത്ര പ്രകാരമുള്ള ലേഖനമാണ് റോമാലേഖനമൊക്കെ. അത് രക്ഷയുടെ ഭദ്രത, രക്ഷയുടെ വിശേഷത, രക്ഷയുടെ ശ്രേഷ്ഠത, എന്തായാലും രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആരാ രക്ഷിക്കപ്പെടേണ്ടത്, രക്ഷിക്കപ്പെട്ടവൻ എങ്ങനായിരിക്കണം, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം രക്ഷ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുകയോ ഇത്യാദി വിഷയങ്ങളെല്ലാം വളരെ അടുക്കടക്കായിട്ട് പൗലോസ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഇടയ്ക്ക് കയറി പറയാം, അത് പറയേണ്ടതാണല്ലോ, മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിലെ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത്
പരിശുദ്ധനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമാണ്. ഈ നാമത്തിൽ പാപമോചനമുണ്ട്, നാമത്തിൽ രോഗശാന്തിയുണ്ട്, ആ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, ആ നാമത്തിൽ അഭിഷേകം നടക്കും. യേശു ക്രിസ്തുവിന്റെ നാമമാണ് ഏകനാമം, രക്ഷാനാമം. അപ്പൊ അപ്പോൾ രക്ഷ തത്വശാസ്ത്രപരമുള്ള ലേഖനമാണ്. രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രം, മറ്റൊരുതരം രക്ഷയില്ല. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവർത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാരം കൊണ്ടോ, അനുഷ്ഠാനം കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ, പള്ളി പണിത് കൊടുത്തത് കൊണ്ടോ, കന്യാസ്ത്രീ ഉള്ളത് കൊണ്ടോ, അച്ഛനോ രമാച്ചനോ ഉപദേശിച്ചോ സെന്റർ പാസ്റ്റർ ഉള്ളത് കൊണ്ടൊന്നും രക്ഷപ്പെടുകയില്ല. അവരുടെ കാര്യം തന്നെ വരുന്നില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ ഓവർസിയർ, ഞങ്ങളുടെ ഉപ്പാമന സൂപ്രണ്ട്, ഞങ്ങളുടെ കൊച്ചമ്മന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോവുകയല്ല. IPC ഞങ്ങളുടെ നടുമുറിക്കകത്ത് തുടങ്ങിയതാ. നല്ല കാര്യം, സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. അസംബ്ലീസ് ബോർഡിലെ ആദ്യത്തെ പാസ്റ്റർമാരല്ല ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതാ. നല്ല കാര്യം, സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ ആ പള്ളി പണിതത്, ഞങ്ങളുടെ വീട്ടുപേര് പള്ളിക്കുന്നേരെന്നാ. വീട്ടുപേര് മാറ്റുമെന്നും വേണ്ടി നീ എന്തെല്ലാം ബന്ധപ്പാടാ മാറ്റി കഴിഞ്ഞാൽ, പക്ഷെ സ്വർഗത്തിൽ പോണ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ കുരിശുമൂട്ടിലേ വീട്ടുപേരൊന്നും മാറ്റേണ്ട, മൂട്ടിൽ തന്നെ ഇരുന്നു. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടില്ലേ, മൂട്ടിൽ തന്നെ കാണും. കുരിശുമൂട്ടില് ആഞ്ഞിലിമൂട്ടിലാണെങ്കിലും കൊള്ളാം, ചക്കുമൂട്ടിലാണെങ്കിലും നല്ല വീട്ടുപേരാന്ന് മാറ്റുമൊന്നും വേണ്ട. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. കാളികാവിലെയാ, ശങ്കരിപുരിയിലെയാ, പിന്നെന്തുവാ കള്ളിക്കുടുംബ, അതിപ്പോ അധികം ഇല്ല. പകലോമറ്റമാണെങ്കിലും ഇരുട്ടോമറ്റമാണെങ്കിലും സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രമാണ് രക്ഷ. അപ്പോൾ ആ രക്ഷാതത്വശാസ്ത്രപ്രകാരമുള്ള ലേഖനം പൗലോസിന്റെ. രണ്ട്, ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനമാണ്, വിശേഷിച്ച് കൊലോസ്യ ലേഖനം. യേശു ക്രിസ്തുവിന്റെ മഹത്വം, യേശു ക്രിസ്തുവിന്റെ മഹിമ, യേശു ക്രിസ്തുവിന്റെ തേജസ്. ആരാണ് യേശു ക്രിസ്തു? അതെല്ലാം അടുക്കടുക്കായിട്ട് കൊലോസ്യ ലേഖനം ലേഖനങ്ങളുടെ രാജാവാണല്ലോ. ലേഖനങ്ങളുടെ റാണിയാ എഫേസ്യ ലേഖനം, ലേഖനങ്ങളുടെ രാജാവാണ് കൊലോസ്യ ലേഖനം. എഫേസ്യ ലേഖനം സഭയെ അഭിഷേകം, കൊലോസ്യ ലേഖനം യേശു ക്രിസ്തു അഭിഷേകം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ക്രിസ്തു എല്ലാറ്റിനും മുമ്പനാണ്. കൊലോസ്യ പട്ടണത്തിലൊക്കെ ബിസിനസ്സുകാരും വലിയ കഴിവുള്ളവരും മിടുക്കന്മാരും ഉന്നതന്മാരും യാത്ര ചെയ്തൊക്കെ വരുന്നവരും തങ്ങുന്നവരും ഒത്തിരി ഈ ഫിലോസഫി പഠിപ്പിക്കുന്ന ആൾക്കാർ കൊലോസ്യയിൽ ഉണ്ടാകുന്നതാണ്. സ്തോത്രം. ഫിലോസഫിക്കാർ ഒത്തിരി ഉണ്ട്, വലിയ തത്വജ്ഞാനമൊക്കെ പറയുന്നത്, പ്ലേറ്റോയുടെ ഒക്കെ വകുപ്പുകൾ പറയുന്ന ആൾക്കാർ കൊലോസ്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, ഈ സഭ മാത്രം പോരാ, വചനം മാത്രം പോരാ, ഇതുകൊണ്ടൊന്നും ഒക്കത്തില്ല. നമുക്ക് ഇച്ചിരി നാടകവും ഓണാഘോഷ പരിപാടി, ക്രിസ്തുമസ് പരിപാടി, പിന്നെ ഇച്ചിരി തിരുവാതിര തുമ്മിതുള്ളലും, പിന്നെ പടക്കം പൊട്ടിക്കുകയും കാതിനാത് തീർക്കുകയും പരിഹരിക്കോ അത്തപ്പൂക്കണം ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇത് മാത്രം പോരാ, കൈകൊണ്ടിരുന്നാലൊന്നും കാര്യം തോത്രം 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 പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നടക്കത്തില്ലെന്ന് ഇതിനകത്തെ ചിന്ത എറിഞ്ഞിട്ട് കൊടുത്തു. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പലതിനോട് നമ്മൾ യോജിച്ച് പറ്റു എന്നൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുത്തു, ഏറെ ഇട്ടുകൊടുത്തു. അപ്പൊ സഭയ്ക്കകത്തുള്ളവർ പറഞ്ഞു, നേരായി പറയുന്നതൊക്കെ ഇച്ചിരി കുടിക്ക, ഇച്ചിരി ഇട, ഇച്ചിരി ആട, ഇച്ചിരി പാട, ഇച്ചിരി കൂട. അന്നേരം പൗലോസ് വളരെ കർക്കശമായി പറഞ്ഞു, സ്തോത്രം, അവൻ സകലത്തിനും മുമ്പൻ, അവനാണ് സർവത്തിനും മുമ്പൻ, അവൻ മാത്രമാണ് സർവത്തിനും, യേശു ക്രിസ്തു മാത്രമാണ് എല്ലാത്തിനും മതിയായവൻ. മറ്റൊന്നുമല്ല വിഷയം, ക്രിസ്തു യേശുവാണ് വിഷയം. ആ വിഷയം കൊലോസ്യ ലേഖനത്തിൽ തെളിയിച്ചു കൊടുത്തു. എന്റെ വിഷയം കൊലോസ്യ ലേഖനം അല്ലത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. 12 മുതൽ വായിച്ചോ, 1:12 മുതൽ പെട്ടെന്ന് വായിച്ചോ കൊലോസ്യ ലേഖനം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായിട്ട് നാം പ്രാപ്തരാക്കി, നമ്മെ പ്രാപ്തരാക്കി, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അവൻ സർവ്വത്തിനും മുൻപേ മതി, അത് മതി.
ഈ കാണുന്ന സകല ജനാചരത്തെ നിർമ്മിച്ചവൻ സൃഷ്ടിച്ചവൻ ദൈവമാണ്. അവിടുന്ന് സകലത്തിനും മുമ്പനാണ്. യേശുക്രിസ്തുവാണ് സകലത്തിനും മതിയായവൻ. യേശുക്രിസ്തു ഉണ്ടെങ്കിൽ സകലതും ഉണ്ട്. കരുത എങ്കിൽ ഒരുവൻ അവിടുന്ന് സകലത്തിനും മുമ്പനാണ്. സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണഭൂതനും അവിടുന്ന് തന്നെയാണ്. യേശുക്രിസ്തു ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ദൈവത്തിന്റെ ലേഖനമാണ്. ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനങ്ങളാണ്. അടുത്തത് സഭാശാസ്ത്രപരമായ ലേഖനം. അതാ തിമോഥെയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനം. സഭാശാസ്ത്രം, സഭയ്ക്കകത്ത് എങ്ങനെ ആയിരിക്കണം, സഭാ ശുശ്രൂഷകർ എങ്ങനെ ആയിരിക്കണം, കൂടി വരുന്ന ദൈവമക്കൾ എങ്ങനെ ആയിരിക്കണം, തോന്നുന്നത് പോലെ വരാനും പോകാനും വ്യവസ്ഥയുണ്ടോ? അതെല്ലാം വളരെ കർക്കശമായിട്ട് ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. ചിലര് പറയുന്നത് അങ്ങനൊന്നും പറയരുതെന്ന്. എപ്പോഴും ഇങ്ങനെ യേശു യേശു യേശു, അനുഗ്രഹിക്കും അനുഗ്രഹിക്കും അനുഗ്രഹിക്കും, രക്ഷിക്കും രക്ഷിക്കും. അതങ്ങനെ തന്നെ, അതിന് തർക്കമൊന്നുമില്ല. സഹായിക്കും സഹായിക്കും. ചിലപ്പോൾ ഇന്ന് രാത്രി ഇവിടെ ചിലതൊക്കെ നടക്കുമെന്ന്. പിന്നെ ഇന്ന് രാത്രി ഇവിടെ ചിലതൊക്കെ എല്ലാവരും നടന്നില്ലേ വന്നേ, തിരിച്ചു അങ്ങനെ തന്നെ ചിലതാണോ മുഴുവൻ നടക്കുകയല്ലേ. അതോ നടന്നു വന്നോ പിന്നെ കുഴഞ്ഞാണ് ഇവിടുന്ന് പോകുന്നത്. ഇന്ന് രാത്രി എല്ലാവരും നടക്കും, ചിലത് മാത്രമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇത് കേൾക്കുന്നത് വലിയ താല്പര്യമാണ്. ഞാൻ തെറ്റ് പറയുകയല്ല. പക്ഷേ പൗലോസ് ഈ സഭാശാസ്ത്രപരമായിട്ട് പറയുമ്പോൾ ഇങ്ങനെ കഠിനമായിട്ട് ശാസിക്കണം. ചെറിയ ശാസനയൊന്നും നമ്മൾ ശാസിക്കുന്നില്ല. അഥവാ ശാസിച്ച ഒരു ചെറിയ പരുവത്തിനാണ്. കഠിനമായി ശാസിക്കണം. അങ്ങനെ വേറെ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. കഠിനമായി ശാസിക്കുന്നുണ്ടോ? ശാസിച്ചാൽ സഭയ്ക്കകത്ത് കാണുമോ? അല്ല, ഏരായി ഇത് ഓരോന്ന് പറഞ്ഞ ആ സഭ പാല് തരാം, ചോറ് തരാം, കല്യാണത്തിന് കാശ് തരാൻ പണ്ടില്ല. ബാബുലിയ വലിയ വാദപ്പടിമേൽ ഇരുപുലിയ, പാല് തരാം, ചോറ് തരാം, കല്യാണത്തിന്. അങ്ങനെ അങ്ങനെ കൂട്ടുന്ന മാർഗമല്ല. ഒരു തവണ നാടെല്ലാം പറഞ്ഞ പാൽപ്പൊടി കൊടുത്ത് ആളിനെ കൂട്ടുന്നു. കൊള്ളാം. പാല് കൊടുത്ത് കാശ് കൊടുത്തിട്ട് വരുന്നില്ല. പിന്നെ അതൊക്കെ വട്ട. അല്ല, ഒന്നാമതിനെ ഊണ് കൊടുത്തിട്ട് കണ്ടിട്ട് വെള്ളം പറഞ്ഞാ പോകുന്നത്. ഇത് കാശ് കൊടുത്ത ആളിനെ കൂട്ടുന്ന മാർഗമല്ല. പകൽ വിഷയം കൊടുത്ത ആളിനെ കൂട്ടുന്ന മാർഗമല്ല. പാൽപ്പൊടിയും പഞ്ചസാരയും കൊടുത്ത് കൂട്ടുന്ന മാർഗമല്ല. അത് കൊടുക്കാൻ ഇവിടെ ആരുടെയും ഇല്ല. അത് പ്രതീക്ഷിക്കാൻ ഇതിനകത്തോട് വലിയ വീട് പണിത് കൊടുക്കുന്ന മാർഗമല്ല ഇത്. സ്തോത്രം വിസാരിച്ചു കൊടുക്കുന്ന മാർഗവുമല്ല. സ്തോത്രം കാശ് പലിശയ്ക്ക് കൊടുക്കുന്ന മാർഗവും അല്ല. പെണ്ണിനെ കെട്ടിക്കാൻ കാശ് കൊടുക്കുന്ന മാർഗമല്ല ഇത്. പിള്ളേരെ നേഴ്സിങ്ങിന് വിടാനായിട്ട് ഒരു അതിനുള്ള മാർഗമല്ല. അത് സാവകാശമുള്ളവർ അന്യോന്യം സഹായിക്കുന്നൊരു വിരോധമില്ല. അങ്ങനെയൊന്നുമല്ല ഇതിനകത്ത് ആളിനെ കൂട്ടുന്നത്. ഇത് രക്ഷയുടെ തൂതാ. ഒരുവനെ കൊണ്ട് രക്ഷകൻ യേശുക്രിസ്തു. യേശുക്രിസ്തു കൂടി മാത്രമാണ് രക്ഷ. ഇത് നിർബന്ധിച്ച് സമ്മർദ്ദം ചെലുത്തിയാൽ അവനവൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. ദൈവത്തിന് മഹത്വം. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് ഉപദേശം കൊടുക്കണം, കഠിനമായിട്ട് ശാസിക്കണം. സ്തോത്രം. അതെ, അതാണ് തിമോഥെയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനം. ഇപ്പൊ അതൊന്നും സഭയ്ക്കകത്തൊന്നും ഒന്നും നടക്കുന്നത്. കഠിനമായ ശാസിച്ച ഇത്രയുണ്ടോ ഇരിക്കുമോ വരുമോ? ശാസിച്ച അങ്ങോട്ടങ്ങൾ പറഞ്ഞ നാളെ മുതൽ ഞാൻ ഈ സഭയിലോട്ട് ഇല്ലെന്നേ പറയുള്ളൂ. മറ്റേ സഭക്കാർ പറയും ഇങ്ങോട്ട് പോരാ, അവർ ആത്മാക്കൾക്ക് വേണ്ടി
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ ഒരു കാര്യം പറയാം, കഠിനമായി തന്നെ ശാസിക്കണം. വെളിയിൽ രക്ഷയുടെ ദൂത് കൊടുത്ത് അകത്ത് വരുന്നവർക്ക് ഉപദേശം കൊടുത്ത് ഉപദേശം കർക്കശമായി പറയണം. അതാ സഭാശാസ്ത്രപരമായ ലേഖനം. ഞാൻ വിരോധിക്കുന്നില്ല. ഞാൻ ചിലതൊക്കെ ചെല്ലുമ്പോൾ ചില പറയും, അതേ കാര്യം ഇവിടെ അധികം സൂചിപ്പിക്കരുത്. അങ്ങനെയുള്ള ചില ആൾക്കാർ ഇതിനകത്ത് ഉണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട സാമ്പാസൊക്കെ എന്നെ അറിയാവുന്നത് ഞങ്ങൾ അങ്ങനെയുള്ള കാര്യമൊന്നും പറയത്തുമില്ല. പറഞ്ഞാൽ ഞാൻ പുള്ളി പറയത്തുമില്ല. എനിക്ക് ചിലരുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം ഏത് ടൈപ്പാണ്. എല്ലാവരുടെയും അല്ലെങ്കിൽ ഏകോട്ടോ ഇങ്ങനെയുള്ള ഇരിപ്പാണ്. എനിക്ക് ചിലരെ പിടികിട്ടും. എല്ലാവരെയും അല്ല, ചിലരെ എനിക്ക് പിടികിട്ടും. പിന്നെ ചിലത് പ്രസംഗിച്ചു വരുമ്പോൾ എനിക്ക് മുഖഭാവം കാണുമ്പോൾ അറിയാൻ കക്ഷി ഏതാണ്. അതിന് പ്രാർത്ഥിച്ചൊന്നും നോക്കുമൊന്നും വേണ്ട. തലയിൽ ചോദിച്ചിങ്ങനെ തലയൊന്നും പറപ്പിക്കണ്ട. വചനം പ്രസംഗിച്ചു വരുമ്പോൾ അറിയാം അതിൻ്റെ ആരൊക്കെ കൊള്ളുന്നുണ്ട്. മുഖം ഈ ഡോക്ടറൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ വേദനയുള്ള ഭാഗത്തോട് കൈ അടുപ്പിക്കും തോറും മുഖത്തെ ഭാഗം മാറുന്നുണ്ട്. ഇവിടെ വേദന എന്തുകൊണ്ട് വിശേഷം പിന്നെ ഡോക്ടർ വിശേഷം സുഖമായിട്ടിരിക്കുന്നു. എത്ര നാളായി തുടങ്ങിയിട്ട്? 2 ആഴ്ചയായി ഡോക്ടറെ. ഇവിടുത്തെ ഇങ്ങനെ കയറി വരിക. രാവിലെ വെള്ളം പൊഴിച്ചോ, രണ്ടുപേരും ഇച്ചിരി പിടുത്തം അങ്ങോട്ട് വരുമ്പോ അപ്പൊ ഡോക്ടർ മനസ്സിലായി ഈ ഭാഗത്താണ് ഇച്ചിരിയോടെ പിള്ളേരെ പലരും പ്രസംഗിച്ച് വരുമ്പോ നിന്റെ ആ കിറി പോകുമ്പോ അറിയാം നീ ഏത് ടൈപ്പാന്ന് പിടി കിട്ടും. അത് പ്രാർത്ഥിക്കൊന്നും കാണുമ്പോ അറിയാം. അപ്പൊ അവൻ ശ്രദ്ധിക്കേണ്ട വിഷയം കഠിനമായി ശാസിക്കണം, ഉപദേശം കർക്കശമായി പറയണം. അതാണ് സഭാശാസ്ത്രപരമായ ലേഖനം. ഒടുവിൽ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം, അതാണ് തെസ്സലോനിക്ക ലേഖനം. യേശുക്രിസ്തു വീണ്ടും വരും. എന്തിന്? തിരുസഭയെ ചേർക്കാം. ദൈവത്തിന് അതാണ് നമ്മുടെ പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ, അത് നിത്യ പ്രത്യാശ. ഇത് ഇതര വ്യക്തികൾക്കില്ല, വേർപെട്ട ദൈവമക്കൾക്കാണ്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് കൂട്ടായ്മയെ ആചരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാർക്കായി ഈ പ്രത്യാശ. യേശുക്രിസ്തു വീണ്ടും വരും, അവൻ തിരുസഭയെ ചേർക്കും. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. യേശുക്രിസ്തു വീണ്ടും വരും, അതാണ് നമ്മുടെ പ്രത്യാശ. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷ. അപ്പോൾ പൗലോസിന്റെ ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് ഞാൻ സാധാരണ പഠിക്കുന്നത്. എന്നാൽ പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനം. 1 ഗലാത്യ ലേഖനം, 2 കൊരിന്ത് ലേഖനം, 3 എബ്രായ ലേഖനം. ഈ 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനങ്ങളാണ്. തർജ്ജമ ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ തിരിഹിതമാണ്. അതുകൊണ്ട് ആ വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക, സകല ദീർഘക്ഷമയോട് ഉപദേശത്തോടു കൂടെ ശാസിക്കാൻ, തർജ്ജനം ചെയ്യാൻ. അങ്ങനെ ആ പുസ്തകത്തിന്റെ വാക്യം. അപ്പൊ തർജ്ജനം ചെയ്യണം. 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനമാണ്. ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം. ഈ 3 ലേഖനം തർജ്ജമ ലേഖനമാകാൻ നാടൻ ഭാഷയെ കാരണം പറഞ്ഞാൽ 3 പ്രശകനെതിരെയുള്ള ലേഖനമാണ്. 1 ഉപദേശ പ്രശകൻ, 2 ജീവിത പ്രശകൻ, 3 വിശ്വാസ പ്രശകൻ. ഗലാത്യ ലേഖനം ഉപദേശ പ്രശകന് എതിരെയുള്ള ലേഖനമാണ്.
കൊരിന്ത് ലേഖനം ജീവിത പ്രശ്നം കണ്ട് അവരെ കറക്റ്റ് ചെയ്യാൻ എഴുതിയ ലേഖനമാണ്. എബ്രായ ലേഖനം വിശ്വാസത്തിൽ പ്രശ്നം സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികള് ശരിയായ വിശ്വാസത്തിൽ നിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. ദൈവത്തിന്റെ മഹത്വം വിവരിക്കുന്നില്ല. ഗലാത്യ ലേഖനം ഉപദേശ പ്രശ്നത്തിനെതിരെയാ. ഗലാത്യ സഭയ്ക്കകത്ത് ദുരുപദേശങ്ങളെല്ലാം വന്ന് കൂടി. അവർ പൗലോസ് പറഞ്ഞു, ഇങ്ങനെ ദുരുപദേശം കൊണ്ടത് അത് നുഴഞ്ഞു കയറിയെന്ന 2-ാം അധ്യായത്തിൽ 2-4 വായിച്ചു. അപ്പൊ ഇവരെ നുഴഞ്ഞു വന്നവരാ, ശരിയായി വന്നവരല്ല, നുഴഞ്ഞു വന്നവരാ. നുഴഞ്ഞ് ദൈവത്തിന് മഹത്വം. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരായിരുന്നു. അടുത്ത വാക്യം, അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് നമ്മെ അടിമപ്പെടുത്താനാണ് നുഴഞ്ഞു കയറ്റക്കാർ എന്ന് പറഞ്ഞാൽ ശരിയായ ഉപദേശത്തിലും പ്രമാണത്തിലും ജീവിക്കുന്നവനെ അടിമപ്പെടുത്തും. അങ്ങനെയാണല്ലോ ഇപ്പൊ സഭയ്ക്കകത്തല്ല. ദുരുപദേശക്കാരും ഭാഷണ ഉപദേശക്കാരും എല്ലാം വന്ന് മര്യാദയ്ക്ക് പോകുന്നവനെല്ലാം ഇപ്പം മിണ്ടുന്നില്ല. ഒതുക്കിയെന്ന മര്യാദക്കാർ 3-4 പേരുള്ളൂ, അവർക്ക് മിണ്ടാൻ പോലും മുഴുവൻ ദുരുപദേശക്കാരും ഭാഷണോപദേശക്കാരും കൈ കടക്കി. അവസാനം ഇപ്പം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എങ്ങനെയാ അറിയോ? ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം തന്നെയാണ്. ഭൂരിപക്ഷത്തിന്റെ വേദപുസ്തകത്തിലെ പ്രമാണമല്ല വിഷയം. ഭൂരിപക്ഷം എന്നാ പറയുന്നത്? ഭൂരിപക്ഷം പറയുന്നത് ഇച്ചിരി കുടിക്കാ, ഇച്ചിരി ഇടാ, ഇച്ചിരി ആടാ, ഇച്ചിരി പാടാ. എന്നാ പിന്നെ അങ്ങനെ തന്നെ. ന്യൂനപക്ഷക്കാർ പറഞ്ഞാൽ ന്യൂനപക്ഷക്കാർ അതിന് എതിരാ. എതിര് പറഞ്ഞുകൊണ്ട് അവരാ കൂടുതൽ. അവർ നമ്മെ അടിമപ്പെടുത്തി. ആര്? മനസ്സിലാകാത്തതാണോ അതോ പൊട്ടമാണത് ഇരിക്കുമ്പോൾ ഇരിക്കുന്നതാണോ? സ്തോത്രം. വന്ന് ശുശ്രൂഷകരും അവരോട് അങ്ങ് യോജിച്ചു. ആ വലജാതി ഇരുന്ന് പോണവല്ല 3 കൊല്ലം ഒരു തരത്തിൽ വിസ അടിച്ചു കിട്ടിയത്. ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് ഇത് കെട്ടുകട എടുത്തോണ്ട് ഇനി പലപ്പോഴെ പറയും ഇവിടെ ഇന്ന രീതിയിലെ പ്രസംഗിക്കാവുള്ളൂ, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭൂരിപക്ഷം അവർ നുഴഞ്ഞുകയറ്റക്കാർ വന്ന് അടിമപ്പെടുത്തി. ദൈവത്തിന് മഹത്വം. പക്ഷെ പൗലോസിനെ കൊടുത്തൊരു പ്രയോഗം അടുത്ത വാക്യം വായിച്ചേ. സുവിശേഷത്തിന്റെ സത്യം ഇതിന് സത്യമുണ്ട് കേട്ടോ. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അപ്പോസ്തലന്മാര് അവർക്ക് നുഴഞ്ഞുകയറ്റക്കാർക്ക് ദുരുപദേശക്കാർക്ക് ഒരു നാഴിക പോലും ഞങ്ങൾ. അന്നേരം നമ്മൾ അവരെ വിളിച്ച് ഉണർവ് യോഗം നടത്തുക. ആരാ? ദുരിതക്കാര്. ഫയർ കോൺഫറൻസ്, പവർ മീറ്റിംഗ്, ഫയർ മീറ്റിംഗ്. പൗലോസ് പറഞ്ഞ അവർ ഒരു നാഴിക പോലും ഞങ്ങൾ വഴങ്ങി കൊടുത്തില്ല. അന്നേരം നമ്മൾ അവരെ വിളിച്ച് അടുത്ത ആഴ്ച നിങ്ങളാണ്. ഈ ആഴ്ച പറഞ്ഞതിന് നേരെ വിപരീതം അടുത്ത ആഴ്ച വന്ന് പറയാനത്. അവസാനം ജനം കടന്നു പോയി അതാണോ ശരി? പിന്നെ അപ്പോസ്തലപ്പെടുത്തുണ്ട് ചിലര് അങ്ങനെയും ചിലര് ഇങ്ങനെയൊക്കെ ഇപ്പൊ സഭ പോകുന്നത്. അങ്ങനെ ഇങ്ങനെയൊക്കെ പോയാൽ ഇങ്ങനെയൊക്കെ ഇപ്പൊ സഭയിൽ പോകും. എന്നെ വിനിച്ചൊരു സങ്കടം പോലെ മഹത്വം. പൗലോസ് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഒരു നാഴിക പോലും വഴങ്ങി കൊടുത്തിട്ടില്ല. ദൈവത്തിന് മഹത്വം. അവൾ ദുരുപദേശക്കാരത്തിനടുത്ത് കയറി അവ ശരിയായ ഉപദേശം സ്ഥാപിക്കാനാണ് ഗലാത്യ ലേഖനം എഴുതിയത്. ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അടുത്തത് കൊരിന്ത് ലേഖനമാണ്. കൊരിന്ത് ലേഖനം എഴുതിയത് ജീവിത പ്രശ്നം കണ്ടോണ്ടാണ്. അപ്പന്റെ ഭാര്യ വരെ വെച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അവനും വന്ന് ഞായറാഴ്ച 7 വർഷം തിരിഞ്ഞ പോലെ ഔൺസ് എന്ന് പറയുമ്പോൾ എന്ത് കണ്ടോണ്ട് ഒരു സ്പൂണ്, ടീസ്പൂണാണോ ടേബിൾ സ്പൂണ്, ഒരു ഔൺസ് കൊടുക്കും. ഇപ്പം സ്പൂണല്ല കൊടുക്കുന്നത്, ചെറിയ ഇതുണ്ടല്ലോ, എന്ത് വായിക്കും പ്ലാസ്റ്റിക്കിന്റെ. അത് ഇല്ല. നാളെ തോണ്ടാന്ന് ഞാനില്ലെന്ന് പറഞ്ഞു. ഞാൻ നീ എന്നെ കുടിക്കാൻ വന്ന ഇത് തന്നെ വച്ചിട്ടിരുന്നു. ഇത് അവിടുത്തെ ഓർമ്മയ്ക്ക് വേണ്ടി തരുന്നത്. അല്ല ചൂടിട്ട് വായിലോട്ട് തരിക. മോട്ടർ ഓൺ ചെയ്തിട്ട് വാ കിടത്ത് കുടിച്ച് നിറഞ്ഞു കഴിയുമ്പോൾ മതിയോ? അങ്ങനെ കൊടുക്കുന്നതാണോ?
ഞങ്ങളുടെ അവിടെ ആദ്യം അങ്ങ് തിരുമേശ നടത്തും. ഈ ഉച്ചയൊക്കെ ആകുമ്പോൾ അങ്ങ് ക്ഷീണിക്കും, പിന്നെ കൊടുത്തായിട്ട് മുഴുവൻ വലിച്ചു കുടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലതിന് ബോധമില്ലാത്തവരുണ്ട്, മിക്കയിടത്തുമുണ്ട്. അപ്പൊ അവിടെ രാവിലെ അങ്ങ് വന്ന മൂച്ചിന് നടത്തിലാണെങ്കിൽ, ഞാൻ തമാശ പറഞ്ഞതല്ല, ഞങ്ങളുടെ ചുരുപ്പാസ് പറഞ്ഞ 2.5 കുപ്പിയാണ്. ഞാൻ പറഞ്ഞ അത്ര ഒന്നും വേണ്ട, ഒരു കുപ്പി മതി, ഇതിനെ കുടിച്ച് മരിക്കാനാണ്. പുള്ളി എല്ലാ ആഴ്ചയിലും ബില്ല് വാങ്ങിട്ട് വരുന്ന 2 കുപ്പി. അത്ര ഒന്നും വേണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അത്ര ഒന്നും വേണ്ട, അനുസരിച്ച് മതിയല്ലോ. അതുപോലെ ഇതവിടുത്തെ ഓർമ്മയ്ക്കാണില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് ദുരുപദേശക്കാരൻ അപ്പന്റെ ഭാര്യ വരെ വെച്ചുകൊണ്ടിരിക്കുന്നു, അവരുമുണ്ട്. അപ്പൊ ജീവിത പിശകിലാണ് കറക്റ്റ് ചെയ്യാൻ കൊഴുത്ത് ലേഖനം. 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്നു, 2-ാം അധ്യായത്തില് ഉപദേശം ഒന്നും കൈക്കൊള്ളുന്നില്ല, 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈർഷ്യം പകയും പിണക്കവും, 4-ാം അധ്യായത്തില് ചീർക്കുന്നു, 5-ാം അധ്യായത്തില് അവൻ പ്രമാണം തെറ്റി, 6-ാം അധ്യായത്തിൽ കേസും കോടതിയും വ്യവഹാരവും, 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം, 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പണം തിന്നുന്ന വിഷയം, 9-ാം അധ്യായത്തിൽ പൗലോസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, 10-ാം അധ്യായം മരുഭൂമിയിൽ പട്ടുപോയ വിഷയം നമുക്ക് ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുന്നു, 12-ാം അധ്യായത്തിൽ കൃപാവരം നിന്നിട്ടില്ല, 13 ദൈവസ്നേഹം, 14 കൃപാവരം വിനിയോഗിക്കേണ്ട വിധം, 15-ാം അധ്യായത്തിൽ ഉയർപ്പും ആമൻ രൂപാന്തരവും ആമൻ കർത്താവിന്റെ അടുത്തുള്ള പ്രവേശനവും, 16-ാം അധ്യായത്തിൽ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ ചരടിച്ചു വെച്ചതെല്ലാം കൊണ്ടുവരണം. അതൊക്കെ ഇഷ്ടമില്ലാത്ത ചിലർക്ക്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ ഉപദേശങ്ങളെല്ലാം പൗലോസ് അങ്ങോട്ട് സ്ഥാപിച്ചു. ദൈവത്തിന് നമുക്ക് ജീവിതത്തെ കറക്റ്റ് ചെയ്യണം, അതിനാണ് കൊഴുത്ത് ലേഖനം. എന്നാൽ എബ്രായ ലേഖനത്തിലെ വിഷയം വിശ്വാസത്തിൽ പെശക് സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ എഴുതിയ ലേഖനമാണ് ദൈവത്തിന്റെ മകൻ. എബ്രായ ലേഖനം വിശ്വാസത്തിൽ പെശക് സംഭവിച്ചവർ ഉറപ്പിച്ചു നിർത്തണം. നമുക്കറിയാം എബ്രായ ക്രിസ്ത്യാനികൾ ഇവര് സിംഹഭാഗം ആൾക്കാരും യഹൂദ മതത്തിൽ നിന്ന് ഈ മാർഗത്തിലേക്ക് വന്നതാണ്. ദൈവത്തിന്റെ മകന് എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു എല്ലാവരിലും ശ്രേഷ്ഠൻ. ഇതുപോലെ ഉന്നതനും മഹത്വമുള്ളവനും മഹിമയുള്ളവനും അവനും സ്തോത്രം ശ്രേഷ്ഠനുമാകുന്ന മറ്റൊരുവനില്ല. നമ്മളൊക്കെ പാടുന്നൊരു പാട്ടുണ്ട്, അവനെപ്പോ പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. എല്ലാവരും ശ്രേഷ്ഠ മുമ്പേ കേട്ടല്ലോ, സകലത്തിനും മുമ്പൻ ആ എല്ലാത്തിനും സകലത്തിന്റെ ലാഭം കാരണഭൂതവനുമായവൻ നസറയനാകുന്ന യേശു ക്രിസ്തു. അപ്പൊ എബ്രായ ലേഖനത്തിലെ പ്രധാന വിഷയം ഏറെ നല്ലത് എന്ന് പറഞ്ഞാൽ ഈ വിട്ടുപോകുന്ന വിശ്വാസികളോട് പറയാ, നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ വളരെ നല്ല സ്ഥലത്താ വന്ന് കയറിയിരിക്കുന്നത്. നിരാശപ്പെടുകയൊന്നും ചെയ്യരുത്. ചിലരുടെ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് ഇതുപോലൊരു ചതിവ്, അയ്യോ ഈ വന്നു കയറിയ സ്ഥലം ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്ഥലമാണ്, യേശുവിന്റെ അടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇവരെ എബ്രായ വിശ്വാസികളുടെ സിംഹഭാഗവും ഈ യഹൂദന്മാരാ. യഹൂദന്റെ ക്വാളിറ്റി നമുക്കറിയാം, ഒത്തിരി വിശേഷതകളുണ്ട് യഹൂദന്. ആ റോമാലേഖനം 9:3 വായിച്ചോ, അറിവുള്ള വാക്യം 1 വായിച്ചോ. റോമാലേഖനം 9:3 വായിച്ചേ. അടുത്തത് അവര് ഇസ്രായേലിലെ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ഇതെല്ലാം എബ്രായ ജനതയ്ക്കുള്ളത്, യഹൂദ ജനതയ്ക്കുള്ളതാണ്. പിതാക്കന്മാരും അവർക്ക് മാത്രമുള്ളതാണ്. പിന്നെ ഗണപ്രകാരം ക്രിസ്തുവേശുവും യഹൂദ ഗോത്രത്തിലെ ദാവീദിന്റെ വംശത്തിൽ നിന്ന് വന്നതാണ് ക്രിസ്തുവേശു. അപ്പൊ ഇതെല്ലാം അവർക്കുള്ളത്. പുത്രത്വവും നിയമങ്ങളെല്ലാം അവർക്ക്. മോശയെ അങ്ങോട്ട് മേളിലോട്ട് വിളിച്ചൊക്കെ പറഞ്ഞു, ഇനി വരാൻ പറയും. പലക ദൈവത്തിന്റെ പലകയിൽ എടുത്ത് ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയതാ, അത് ഇവർക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അവർക്കുള്ളതാ ഇതല്ല. ആരാധന അവർക്ക്, നമുക്കൊന്നും അങ്ങോട്ട് എത്തി നോക്കാൻ പോലും ഒക്കത്തില്ല. അവർക്ക് ആരാധന അങ്ങോട്ടും നമുക്ക് ചെല്ലാൻ ഒക്കത്തില്ല. യഹൂദനൊഴികെ അവരാ ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവത്തിന്റെ ജനമല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള എബ്രായ ജാതി ജനത വംശം ഇവരിതെല്ലാം വിട്ടേച്ച് അപ്പോൾ ദൈവാലയം, യെരൂശലേം ദേവാലയം ഇതിനെ പുതുക്കി പണിതു. ഈ ദൈവാലയം അമ്പരചുംബിയായ ദൈവാലയം, ആര് കണ്ടാലും ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ദൈവാലയമാണ്. ദൈവത്തിന്റെ മഹത്വം കണ്ടാൽ വളരെ ശ്രേഷ്ഠമേറിയ വളരെ ആകർഷണീയമായ നിലയിൽ ആലയം പണിതേക്കുന്നത്. ആദ്യത്തെ ആലയം നമുക്കറിയാം, സമാഗമന കൂടാരം, പിന്നെ ശലോമോന്റെ ദേവാലയം, പിന്നെ സെരുബ്ബാബേൽ പണിതു, പിന്നെ അതിനെ ഹെരോദാവ് ഒന്ന് പുതുക്കി പണിതു. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആലയമാണ്.
ഈ ആലയം യഹൂദന് വളരെ വിശുദ്ധമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് യിരെമ്യാ പ്രവചനം വായിക്കുന്നത് യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്ന് ഇവർ കൂടെ എന്റെ ഭാഷ വീമ്പ് പറയും. നമ്മൾ അങ്ങനെയൊക്കെ പറയില്ലേ നമ്മുടെ ചർച്ചിനെ പറ്റി? അതങ്ങനെ വേണം, കൂറ് വേണ്ടായിരുന്നു. IPC ഒരു പ്രസംഗത്തിൽ ഒരു 50 പ്രാവശ്യം പറഞ്ഞു. അസംബ്ലീസ് ബോർഡ്, അസംബ്ലി ഏജി ചില എല്ലാവരുടെയും കാര്യമല്ല. അല്ലെ ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ ഇത് കൂടെ പറയാൻ ആൾക്കാരുണ്ട്. സഭയോട് കൂറ് വേണം, പക്ഷേ കൂടുതലും ഇതിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ബോർഡ്. അപ്പോൾ ഇവര് കൂടെ യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം. പക്ഷെ മന്ദിരത്തിനകത്ത് എന്തെല്ലാം കൊന്തറാക്കൊള്ളിയാണ്. യിരെമ്യാ പ്രവചനം 4-ാം അധ്യായത്തിൽ വലിയ അങ്ങനെ പറഞ്ഞ 7-4 തോന്നുന്നു, എനിക്ക് തെറ്റിയെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചേ, സോറി സിസ്റ്റർ വായിച്ചേ, അല്ലെങ്കിൽ ഡോക്ടർ നിങ്ങൾ 2 വാക്ക്. അത് തന്നെ യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം. ചുമ്മാ ജൽപ്പനം ചെയ്യുക, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം. IPC ചർച്ചക്കോട്, ഷാരോൺ ഏജി TPN ഇത് തന്നെ മിണ്ടുന്നില്ല. മിണ്ടിട്ട് തന്നെ എടുക്കാനായി പാതിരാത്രി. ഓമപാസ് സമയം എനിക്ക് ഇവിടെ നിന്ന് നോക്ക് കാണാനും നോക്കുന്നില്ല. സ്തോത്രം. അപ്പൊ ഇവര് ഇങ്ങനെ കൂടെ യഹോവയുടെ മന്ദിരം ഇങ്ങനെ ഇരുന്ന് പുലമ്പുക. കണ്ടില്ലേ അതിന്റെ പണി? കണ്ടില്ലേ അതിന്റെ കണ്ടില്ലേ അതിന്റെ ആ ചെത്തി മിനുക്കിയത്? ഇതൊക്കെ ഞാൻ പുട്ടി അടിച്ചിരിക്കുക. കണ്ടില്ലേ അതിന്? സെൻട്രലൈസ്ഡ് AC ആണ്. ഇതുപോലത്തെ ചർച്ച് ഈ ദേശത്ത് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളുടെ സഭ അവിടെ തന്നെ നമ്പർ 1. അപ്പൊ യഹോവയുടെ മന്ദിരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന് മഹത്വം. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ യഹോവയുടെ മന്ദിരം എന്ന് പറയാതെ അടുത്തത് അതാദ്യം നന്നാക്കുക. നിങ്ങളുടെ നടപ്പും പ്രവൃത്തി കാശ് പലിശയ്ക്ക് കൊടുക്കാതിരിക്കുക, കള്ളക്കേസ് കൊടുക്കാതിരിക്കുക, മറ്റൊരുത്തനെ ചതിക്കാതിരിക്കുക, ഒരുത്തനെ വഞ്ചിക്കാതിരിക്കുക, കുരുങ്ങാല് വെട്ടാതിരിക്കുക, മറ്റുള്ളവനെ സ്നേഹിക്കുക, അവനെ ബഹുമാനിക്കുക. പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ മുന്നോട്ടിരുത്തുകയും മറ്റവനെ പുറകോട്ട് അത് ചെയ്യാതിരിക്കുക. ആദ്യം സ്തോത്രം. മോടിയുള്ള വസ്ത്രം ധരിച്ച് മോതിര വിട്ടൊരുത്തം വന്നാൽ അവനോട് പറയാൻ സുഖേന ഇങ്ങോട്ടിരുന്നോളാം. മറ്റവനോട് പറയാൻ പുറകിൽ അവിടെ 20 ദിവസമായതുകൊണ്ട് അവിടെ ഞാൻ പോയി. ഇച്ചിരി പിടിപ്പും ചുറ്റുപാടും ഉള്ളവരുമായിട്ട് കൂടെ ഇടയ്ക്ക് കൂടും, ഭക്ഷണമൊക്കെ ഉണ്ടാകും. പിടിപ്പില്ലാത്തവനുമായിട്ട് അങ്ങനെ യോഗം കഴിയുമ്പോൾ ചില കനമുള്ള അച്ഛനോട് പറയാം വണ്ടിയിലോട്ട് കയറി അങ്ങോട്ട് ഇറങ്ങാമെന്ന്. കനം കുറഞ്ഞവനോട് പറയാൻ തന്നെ ഓട്ടോ കാണും, ഇവിടെ നിന്നാൽ മതി. വരുന്ന ഓട്ടോയ്ക്കില്ല, അവൻ പാതിരാത്രി നിന്ന് നടക്കുന്ന കാര്യമായി പറയാൻ മിണ്ടുന്നില്ലല്ലോ ആരും. വീട്ടിലെ ഓട്ടോയുടെ കാര്യമല്ല, വീട്ടിലെ ഓട്ടോ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഓട്ടോ ഉണ്ടല്ലോ, അതറിഞ്ഞാലോ. ഇച്ചിരി പിടിപ്പും കനവും ആവശ്യമുള്ള തേങ്ങ വണ്ടിയെ കയറ്റി കൊണ്ടുപോകും. പിടിപ്പും കാശും ഇല്ലാത്തവന് എല്ലാവർക്കും ആത്മഭാരമാണ്. ഭാരം അങ്ങോട്ട് കയറിയിട്ട് ഒരു തരത്തിന് നാളെ മിക്കവാറും വരുമോന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ രീതി നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ശൈലി ഒന്നും മാറ്റില്ല. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഇതൊക്കെ കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലിരിക്കും. ഹല്ലേലൂയ. നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ചിലര് സ്പീഡിൽ ചിലപ്പം സമയം പോയി ഞങ്ങൾ പോകുക ചിലപ്പോ ആരെയില്ല. മിക്കപ്പോഴും സമയം പോയാൽ ഓടിച്ചെന്ന് ഈ ഇരണ്ട വീട് പോലെ സ്റ്റേജിലോട്ട് ദുഃഖഭവനത്തിലൊക്കെ പോകും. രോഗികളെയൊക്കെ കാണാൻ പോയി. അപ്പൊ ചിലപ്പോ സമയത്തില്ല കൊണ്ട് സ്പീഡിൽ പോകും. അന്നാലും കേൾക്കാൻ അല്ലാതെ ശാന്തമായിട്ട് പോകുന്ന സമയത്ത് റോഡിലേക്ക് മക്കളായി വിളിക്കപ്പെട്ട പ്രായമുള്ളവരെ ഞാൻ കേൾക്കും. വണ്ടിക്കൊക്കെ കേൾക്കും. പ്രാഗല്യമുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്.
നല്ല പ്രാഗൽഭ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ അടുത്ത കാലത്ത് ഒരു മരണ വീട്ടിലോട്ട് പോവാം. മെയിൻ റോഡിൽ കുറച്ച് ഏറെ അകത്തോട്ട് പോകണം, കുറെ പോകണം, കണ്ടത്തിനകത്തൂടെ പോകണം. റോഡുണ്ട്, ചെറിയ റോഡ്. അപ്പം മെയിൻ റോഡിൽ നമ്മൾ തിരിഞ്ഞപ്പം ഒരു സഹോദരിയും സഹോദരനോടെ നിൽക്കുന്നത്. അപ്പം നിൽപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അവരും അങ്ങോട്ടാകാൻ. ഞാൻ ചോദിച്ചു, മരണ വീട്ടിലോട്ടാണെങ്കിൽ കയറിക്കോളാൻ പറഞ്ഞു. അയ്യോ സ്വോത്രം പറഞ്ഞ് കയറി പടിയേറ്റിരുന്ന് അങ്ങോട്ട് വണ്ടി ഇച്ചിരി വിട്ടപ്പോൾ ഈ താള പറയില്ല. കേട്ടിയില്ലായിരുന്നെ അടുത്ത ലൈവിൽ ഞാൻ അടിയിൽ എഴുതിയതായിരുന്നു. ഞാൻ ചോദിച്ചു അതിന് അല്ല പ്രസംഗിക്കുന്നത് പോലെ തന്നെയാണെന്ന് ഒന്നുകൂടെ ബോധ്യപ്പെട്ടെന്ന്. അങ്ങനെയുണ്ട്, നമ്മളറിയാതെ തളെ കേൾക്കുക. പിന്നെ അവരെന്നോട് തന്നെ പറഞ്ഞു. ഞാൻ അച്ഛനോട് പറയുന്നു, അച്ഛനെ ആ പ്രസംഗിക്കുന്നത് പോലെ തന്നെ നമ്മളെ കേട്ടുവോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് കാണാം. കണ്ടില്ലെങ്കിൽ അടുത്ത ലൈവിനെ വലിയ കീഴ്വാണം അടിക്കുമ്പോൾ ഞാൻ അടി അല്ല എഴുതണം. അവര് പറഞ്ഞ കറക്റ്റല്ലേ? സ്റ്റേജിൽ കയറുമ്പോൾ മൈക്ക് കിട്ടുമ്പോൾ നിന്ന് അലറിയാ മതിയോ? ഏറെക്കുറെ എല്ലാം പൂർണ്ണമായ കാര്യമില്ല, ഏറെക്കുറെ മനസാക്ഷിക്ക് വലിയ കുഴപ്പം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു യോഗത്തിന് തളെ കണ്ടു. വലിയ സന്തോഷമാണ്. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്, ഒത്തിരി ഉണ്ട് കേട്ടോ. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാരും ഒന്നും പൂർണ്ണരല്ല, ഒക്കത്തില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുന്ന മനസാക്ഷിക്ക് വലിയ ഉത്തരവൊന്നും ഉണ്ടാകരുത്. കൈ മലർന്നപ്പോ കുറെയൊക്കെ വെടിപ്പായിരിക്കണം. അകൃത്യം ഒന്നും കരുതിയെങ്കിൽ കർത്താവ് കേൾക്കത്തില്ല. വെടിപ്പുള്ള കയ്യും ദൈവം നല്ലവനതിലൊരു വാദം. ഹാർമോണിയം വിടാവോ? ശബ്ദം പുസ്തികാലും കൺകൾ ഇല്ലേ അവർ തമല സാധിച്ചിടും. ഞാനോ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കാട്ടുകയാത്തു തീരവ്യർത്ഥം. ഞാനോ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കാട്ടുകയാത്തു വ്യർത്ഥം തീരവ്യർത്ഥം. ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. ഹൃദയം നന്നായിരിക്കണം. ദൈവത്തിന് ഓരോ യോഗങ്ങളും കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ്. ഞാൻ ഭാഗത്തേക്ക് വരിക. ദൈവത്തിന് മഹത്വം. അപ്പൊ എബ്രായ വിശ്വാസികളെല്ലാം യഹൂദ മതം വിട്ടു വന്നവരാ. അപ്പൊ ഇവർക്ക് പള്ളി എന്നുള്ളത് വലിയ പ്രശംസയാണ്. യഹോവയുടെ മന്ദിരം വലിയ കാര്യമായി പറഞ്ഞത്. അപ്പൊ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം. ഞായറാഴ്ച NIV, KJV, പിന്നെ സിയോൻ ഗീതാവലി, സംഗീത രത്നാവലി, ആനന്ദ ഗീതാവലി, മരുപ്രയാണ ഗാനങ്ങള്, ആശ്വാസ ഗാനങ്ങള്, GPM ഗാനങ്ങൾ, സംഗീത ശുശ്രൂഷ, സിയോൻ ഗീതാവലി. വേണ്ട 4000 വരെ പാട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാ ഒരു പാട്ട് കേട്ട 4 വരിയുള്ളൂ പാട്ട്. ദേവി 4 വരി മതിയുള്ള പാട്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇതിലായിട്ട് രാവിലെ ഇങ്ങോട്ട് വരികയല്ലേ പള്ളിയിലോട്ട്, വെള്ളയൊക്കെ കൊടുത്ത് ബൈബിളും ഇതൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഒത്തിരി പേര് വരുന്നുണ്ടല്ലോ. ഞായറാഴ്ച ഉണ്ട്. വലിയൊരു കാര്യം ചെയ്യാം, വാതിൽക്ക നിൽക്കണം.
വാതിൽ വെച്ചിട്ട് വരുന്നവരോടെല്ലാം പറയാൻ നടപ്പും പ്രവർത്തി നന്നായിട്ട് 7:1 മുതൽ വായിക്കും. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് യഹോവയിൽ നിന്ന് ദൈവത്തിൽ നിന്നാകട്ടോ. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ നീ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് നിങ്ങളുടെ അകത്ത് കയറരുത്. വിദ്വാന്മാരെല്ലാം വരുന്നുണ്ട് 10 ആകുമ്പോ. നീ വാതിൽ നിൽക്കണം. വാതിൽ നിന്നേച്ച് യഹോവയെ നമസ്കരിപ്പാൻ ഈ വാതിലുകൾ കൂടി കടക്കുന്നു. ആരാധിക്കാൻ ഇങ്ങോട്ട് വരുമല്ലോ. പ്രൈസാൻ വർഷിപ്പിന് ആരാധനയ്ക്ക് വരികയല്ലേ രാവിലെ ഇങ്ങോട്ട്. ഈ യഹോവയെ നമസ്കരിപ്പാൻ വാതിലുകൾ കൂടി കടക്കുന്നവരെ യഹൂദയുമായുള്ളവരെ യഹൂദയുമായുള്ളവരെ യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ. ഈ വചനം നീ അങ്ങ് വിളിച്ച് പറഞ്ഞേക്കണം. അവന്മാര് കേൾക്കുന്നുണ്ടോ അനുസരിക്കുന്നോ അത് നമ്മുടെ വിഷയമല്ല. നീ അങ്ങ് പറയണം. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം വിളിച്ചിരിക്കുന്നു. അതാദ്യം നന്നാക്കി. ഈ ഓടാതെ ആദ്യം അത് നന്നാക്കി. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും. പിന്നെ യഹോവയുടെ മന്ദിരം നിങ്ങൾ ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ വാസ്തവമായി. അപ്പൊ ഇതൊക്കെ യിരെമ്യാവ് ഇങ്ങനെയൊക്കെ ഇത് പറഞ്ഞുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടെന്ന് ആമത്തിലിട്ടു. ചെടിക്കകത്ത് ചവിട്ടി താത്തു. ആലയത്തിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഇരുട്ടും കൂടി പുള്ളിയെ യിരെമ്യാവിനെ. എന്നാൽ നല്ല സുഖിപ്പിച്ച് പ്രസംഗിച്ച ദൂത് പറഞ്ഞവന് നമ്മൾ തിരുവൃത്താന്തത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ. കൊട്ടാരത്തിലെ രാജഭോജനം, സ്തോത്രം. അന്നും ഇന്നും ഒക്കെ അങ്ങനെ തന്നെ. നമ്മൾ ഈ തീർത്ത് ചില കാര്യം പറഞ്ഞാൽ നമ്മളോട് എല്ലാവർക്കും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ കാണാൻ ഇങ്ങനെ ചിരിക്കുക. അതായത് ചെറിയ അസ്ഥയില്ലാഞ്ഞില്ല. ഉള്ളിൽ വലിയ താല്പര്യമൊന്നും എന്നാലും കാണുമ്പോ എന്താണ് ഉള്ളിൽ വലിയ പ്രാധാന്യമില്ല ചിലർക്ക് ദൈവത്തിന്റെ മകൾ. പക്ഷെ ഇത് അംഗീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന ചിലരുണ്ട്. അവർക്ക് ഇത് കേൾക്കുമ്പോൾ സന്തോഷം. ആട്ടെ ഒരുത്തനേലും ഇത് പറയാൻ ഒരുത്തനേലും ഉണ്ടല്ലോ എന്നൊരു ചിന്ത. സ്വർഗം സന്തോഷിക്കും. ദൈവത്തിന്റെ മകത്താണ്. ഒരുത്തനേലും ഏറെക്കുറെ ഇത് പറയുന്നുണ്ടല്ലോ എന്നോർത്ത് സ്വർഗത്തിന് സന്തോഷമാണ്. ദൈവം കൂടെ യിരെമ്യാവിന് പറഞ്ഞപ്പോൾ യിരെമ്യാവിനെ ഒറ്റപ്പെടുത്തുക. ആമത്തിലിട്ട് കൂട്ടി, ചെളിക്കകത്ത് താത്തു, ഇരുട്ടുമുറി കൊണ്ടിട്ടു. എന്തെല്ലാം വൈതരണികൾ അനുഭവിച്ചു. അന്നും ഇന്നും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ. ദൈവത്തിന് മഹത്വം. അപ്പൊ നിങ്ങളെ കണക്കും പ്രവൃത്തി നന്നാക്കണം. അതിന് നിങ്ങൾ ഈ ആലയത്തിലോട്ടല്ലേ വരുന്നത്. ആലയത്തിനകത്ത് എന്തെല്ലാം കൊണ്ടിറക്കൊള്ളിയ വായിച്ചേ. യെഹെസ്കേൽ പ്രവചനം 8-ാം അധ്യായം എടുത്ത്. ഞാൻ വിഷയം വിട്ടുപോകുന്നു അറിയാൻ. നാളെ യോഗം ഇതിന്റെ ബാക്കി നാളെ ഇന്ന് പറഞ്ഞില്ലേ, നാളെ ബാക്കി പറയും. യെഹെസ്കേൽ 8:1 മുതൽ വായിക്കും. 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദ മൂപ്പന്മാർ എന്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നു. അപ്പോൾ ഞാൻ മനുഷ്യ സദസ്യത്തിൽ ഒരു രൂപം കണ്ടവന്റെ അരമുതല് ശുക്രസ്വർണത്തിന്റെ സ്പ്രഭ പോലെ വരുന്ന കൈ പോലെ ഒന്ന് നീട്ടി എന്റെ തലമുടി കുത്തി പിടിച്ച് ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെ മധ്യേ ഉയർത്തി. അപ്പൊ ശ്രദ്ധിച്ചേ, ആത്മാവ് എന്നെ ഭൂമിയുടെ ആകാശത്തിന്റെ മധ്യേ ഉയർത്തി. ദീപദർശനങ്ങളാൽ യെരൂശലേമിന്റെ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊട്ടിച്ചു പള്ളിക്കകത്തോട്ട് കൊണ്ടുപോവുക. പള്ളിക്കകത്തോട്ട് നിങ്ങൾ ഈ യഹോവയുടെ മന്ദിരം എന്നല്ലോ ഈ വീരകൃത്യം മുടക്കുന്നേ. അപ്പൊ യിരെമ്യാവിനോട് പറഞ്ഞു, നീ വാതൊക്കെ ചുമ്മാരുടെ പ്രവൃത്തിയും എല്ലാം നന്നാക്കാൻ പറ. അതിന പള്ളിക്കകത്ത് എന്തെല്ലാം കാര്യം. പള്ളിക്കകത്ത് എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. പള്ളിക്കകത്തെ കാര്യം ആവാക്യമായിരുന്നു. അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന ബിംബത്തിന്റെ ഇരിപ്പിടം. അപ്പം യെരൂശലേമിന്റെ വടക്കവാതിലെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണാബിംബത്തിന്റെ ഇരിപ്പിടം. തീഷ്ണാബിംബം എന്ന് പറഞ്ഞ ഒരു ഭാഷയിൽ ഇങ്ങനെ ജലസീന അസൂയ സുഖമില്ലേ. തമിഴിൽ എങ്ങനെ എഴുതി വെച്ചേക്കുന്നത് ഇത് തുറന്നിരിക്കാതെ വായി കണ്ടോ? വായിച്ചു. എരിച്ചിലുണ്ടാകുന്ന വിഗ്രഹം
എരിച്ചിലാന്നല്ലോ, തമിഴാ നല്ലത്. വടക്കാ വാതിലിൽ തന്നപ്പോ മുഴുവൻ എണ്ണത്തിന് എരിച്ചിലുണ്ടാകില്ല. ഞങ്ങളുടെ വീട്ടിൽ ഒരു സഹോദരൻ വേണോ പറഞ്ഞു ഇച്ചിരി പുട്ട് കഴിക്കാൻ, വേണ്ട അതെന്നാ നെഞ്ചി എരിഞ്ഞു വന്നു, വിശന്നാ പോയത്, എരിച്ചിലാണ്. ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഒരു കുറ്റി പുട്ട് കഴിക്കും. ഓ വേണ്ട, അതിന് എരിച്ചിലാണ്. ഇവിടെ അങ്ങനെ ബിംബം വെച്ചതിന് അവരെ വന്നാൽ എരിച്ചില്ല, ആത്മാവിന്റെ എരിവല്ല, നെഞ്ചരിച്ചില്ല. അവർക്ക് വരുന്നവനല്ല, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ അത് നല്ലതാ. ആ എരിച്ചിൽ നല്ലതാ. ഇത് അങ്ങനത്തെ എരിച്ചിലാണോ അച്ഛാ? പള്ളിക്കകത്ത് മുഴുവൻ നെഞ്ചരിച്ചില്ല, തീക്ഷണാബിംബത്തിന്റെ ഇരിപ്പടം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് ഈ വാദത്തെ നിമിമാരോടെല്ലാം ഒന്ന് പറ, ഞായറാഴ്ച മറ്റുള്ളവനെ നെഞ്ചരിപ്പിക്കാതെ. സ്തോത്രം. മാത്രമാണ് താഴോട്ട് വായിച്ചേ. അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം. താഴോട്ട് പഠിച്ചു വരുമ്പോ ചോദിക്കുന്നുണ്ട്. അതിന്റെ 16-ാം വാക്യം വായിച്ചേ. 16, 8-16. അവനെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവെ ഏകദേശം 25 പുരുഷന്മാര് തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന് നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. പള്ളി വരുന്നതിനുള്ള പക്ഷെ സൂര്യനെ ആരാധിക്കുന്നത്. ഞായറാഴ്ച പള്ളിയിൽ വരുന്നത് വെള്ളം വെള്ളം കൊടുത്ത് മുണ്ടി വരും പോലെ, മുണ്ടി എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ? ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് ഇരിപ്പ് കണ്ടപ്പോ തോന്നി. പാടത്തൊക്കെ ഇരിക്കുന്ന വെളുത്തൊരു പക്ഷിയെ കണ്ടിട്ടല്ലോ, പോക്ക് നീണ്ടത്, അതാ മുണ്ടി. ഞായറാഴ്ച ആകുമ്പോ മുണ്ടി വന്നിരിക്കുന്നത് പോലെ ഇന്നൊരു കാര്യമായില്ല. പള്ളിയിലോട്ടാ വരുന്നത്. നമ്മൾ ചെറിയ എവിടെ പോകുന്നു? ആരാധന. ഇവിടെ വന്നിരുന്ന് ഉറങ്ങുന്നതാണോ ആരാധന? ഒരു സഭയൊന്നും പറഞ്ഞില്ല. പണ്ട ഒരു സഭയിൽ ചെന്നപ്പം 90% ഉറങ്ങുക. ഒരാൾ ജനലിന്റെ സൈഡിലാണ്, ജനലും പിടിക്കുന്ന ഉറങ്ങുക. നിങ്ങൾ ഇരിക്കാൻ പറയുന്നതല്ല. അപ്പൊ വേറൊരു അപ്പച്ചനെ നല്ല പിടിയുള്ളപ്പോ ഈ കളിക്കസാരയാ, കസേരയിൽ ഇരിക്കാനും കൊണ്ടാണ് പുള്ളി. ആ കസേരയുടെ 2 പിടിയേലും പിടിച്ചു. അമ്മച്ചി ഉണ്ടായിരുന്ന 2 പാല് കഥയിൽ ഒരു പാല് അങ്ങോട്ട് നിവർത്ത് വെച്ചേച്ച് ചൈനിരുന്ന് 4 നീട്ടിയിരുന്ന് സുഖമായിട്ട് ഉറങ്ങുക. അമ്മച്ചിയുടെ മോനുണ്ട്, 2 കൈ കൂട്ടി പുള്ളി താടിയായിരിക്കും. എങ്ങനുണ്ട്? വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞാ പോന്നെ ആരാധിക്കാനാ? ഈ സുഖമില്ലാത്തവരും മറ്റ് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അവരുടെ കാര്യമല്ലേ പറഞ്ഞത്. ചിലപ്പോൾ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് ചൊറക്ക വളച്ചു വരും, അവരൊന്നും മയങ്ങും, അവരുടെ കാര്യമല്ല പറഞ്ഞു. അവർ വന്നിരിക്കുന്നതിന് വലിയ മഹാഭാഗ്യമാണ്. ഈ വിശേഷം ഞാൻ ഈ ഗൾഫിലും അമേരിക്കയിലുമുള്ള മാന്യ സഹോദരിമാരൊക്കെ ഉണ്ട്. ഡ്യൂട്ടിയൊക്കെ നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് വെച്ചു രാവിലെ യോഗത്തിന് വരും. ചിലരെ ഡ്യൂട്ടി സ്ഥലത്തിൽ നിന്നാണ് യോഗ സ്ഥലത്തോട്ട് വരുന്നത്. ചിലരെ ഡ്രസ്സും ഒക്കെ കൊണ്ടുപോകും, കാരണം ഇവിടെ വന്ന് സൗകര്യമൊക്കെ മാറി വെച്ച് ഇരിക്കും. ചിലരെ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞേച്ച് ഡ്യൂട്ടിക്ക് പോകുന്നു. എനിക്ക് ധാരാളം പേര് എന്ത് നാട്ടിലാണെങ്കിൽ ചുമ്മാ കുത്തിയിരിക്കുക, എന്നാലും സമയത്തും കാലത്ത് യോഗത്തിന് വരികയില്ല. എല്ലാവരുടെയും കാര്യമല്ല, വരുന്നവരുണ്ട്. സ്തോത്രം. അങ്ങനെ ആ കാര്യത്തിൽ നിങ്ങൾ ഇവിടെയുള്ള മറ്റു രാജ്യത്തുള്ള സഹോദരിമാരെയൊക്കെ വീട്ടിലെ ജോലി ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ചിലപ്പോൾ സെർവന്റ് കണ്ടെന്ന് വരും. എന്ത് ബന്ധപ്പെട്ടാ നിങ്ങൾ വരുന്നത്? അഭിനന്ദിക്കുന്ന ആ കാര്യത്തിൽ ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവര് ആരാധിക്കാനായി വരുന്നത് പള്ളിക്കകത്തുണ്ട്. പക്ഷെ പള്ളി വന്നിട്ട് ആരാധിക്കല്ല, പള്ളി വന്നിട്ട് ആരാധിക്കുന്ന സൂര്യനെ. അങ്ങനെയുണ്ട്. ആരാധനയ്ക്ക് യോഗം യേശു ക്രിസ്തുവാണ്. ആരെ ആരാധിക്കണം? യേശു ക്രിസ്തുവിനെ. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്? മണ്ണിനെയും മനുഷ്യരെയും കാലിനെയും അവരുടെ ബിംബത്തെയും വിഗ്രഹത്തെയും അതുപോലെ തന്നെ പ്രകൃതി
പ്രകൃതിയെയും ജലാചരത്തെയും പക്ഷി മൃഗാദികളെയും വൃക്ഷജലാദികളെയും ഈ ഭൂജല കേന്ദ്ര വസ്തുക്കളെ ഒന്നും ആരാധിക്കരുത്. സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, നക്ഷത്രങ്ങളെ ആരാധിക്കരുത്. അത് ഇതിനെയെല്ലാം സൃഷ്ടിച്ച ഒരുവൻ സ്വർഗത്തിലുണ്ട്. സകലത്തെയും സൃഷ്ടിച്ചവൻ, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, സകലത്തെയും ഭരിക്കുന്നവൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്. ആരാധനയ്ക്ക് യോഗ്യൻ സർവശക്തനായ ദൈവമാണ്. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ, വേറെ ആരെ ആരാധിക്കരുത്. പാസ്റ്റർമാരെ ഒന്നും കയറി ചെല്ലി പറയാനുണ്ടെങ്കിൽ ഞാൻ വളരെ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കാവുള്ളൂ. നിങ്ങളങ്ങനെ കയറി ആരാധിക്കാം, പാസ്റ്റർക്കും കുഴപ്പമാണ്, നിങ്ങൾക്കും അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്ന പാസ്റ്ററാണ്. ആരെ പൊട്ടത്തരൊന്നും വിളിച്ച് പറയരുത്. മറ്റേ പുള്ളി പറഞ്ഞു, സ്തുതിച്ചപ്പോ പുള്ളി ഇച്ചിരി കിട്ടേണ്ട സ്തുതി ഒറ്റയായിരിക്കും കൃമിക്കരയായി പറഞ്ഞു കൊടുക്കണം. ഞാനല്ല ആരാധന യോഗ്യൻ ദൈവമാണ്. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, വേറെ ആരെ ആരാധിക്കരുത്. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവര് കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുക. പള്ളിയിലാ വരുന്നെങ്കിൽ നമസ്കാരമെല്ലാം സൂര്യനാണ്. പക്ഷെ ഒരു കാര്യം പറയാം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ കാണുന്ന സകല പർവ്വതങ്ങളും ആ സകല പൂജന കേന്ദ്ര വസ്തുക്കളും ദൈവത്തെ ആരാധനം. നമ്മളൊരു പാട്ട് പാടുകയെ, സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ, സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ആരെ ആരാധിക്കരുത്. അതെ, അപ്പൊ ഇവര് ആരാധനയ്ക്കായി വരുന്നത് പള്ളിയിലോട്ട്. പക്ഷെ ആരാധിക്കുന്ന ആരെയാ? സൂര്യനെ. ഞാൻ ലൈവ് ഉള്ളത് കൊണ്ടെല്ലാം പറയാൻ ഒക്കത്തില്ല. തന്നെ എന്റെ മൊബൈലിൽ പിടിക്കും. എനിക്കാണെങ്കിൽ ഒരു വിശ്വാസമില്ല. ഇല്ല, ഉള്ള കാര്യമുള്ളതുപോലെ പറയുന്നതില്ല. ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, യോഗം കഴിഞ്ഞപ്പോൾ ഇന്ന ആളിനെ വിശ്വസിക്കരുത്. സഭയിലുള്ള ഒരാളുടെ കാര്യം പറഞ്ഞതാ. ഇന്ന ആളിനെ ഞാൻ പറഞ്ഞു, എന്റെ അമ്മാമ്മ എനിക്ക് ആരെയും വിശ്വാസമില്ല, അമ്മാമ്മയും വിശ്വാസമില്ല. ഇപ്പൊ സഭയെ വരുന്നില്ല. പിന്നെ പറയണ്ടായി. വേറൊരാളെ പറ്റി പറഞ്ഞ അവനെ കൂടുതൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുത്തിനെയും വിശ്വാസമില്ല, അമ്മാമേനെയും എനിക്ക് വിശ്വാസം. സത്യമായ കാര്യമാണ്. പക്ഷെ വിശ്വസിക്കാൻ പറ്റിയ ഒരുവനുണ്ട്. നിങ്ങളെന്നെയും വിശ്വസിക്കേണ്ട, ഞാൻ നിങ്ങളെ എല്ലാവരെയും വിശ്വസിക്കുന്നില്ല. പക്ഷെ നമുക്കെല്ലാം വിശ്വസിക്കാൻ പറ്റിയ ഒരുത്തനുണ്ട്. അത് പൗലോസ് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് വിശ്വസ്തൻ. ആ വിശ്വസ്തനായി കർത്താവ് പറഞ്ഞ അറിയാമോ? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ. വിശ്വസിക്കും. ആ കർത്താവ് പറയാ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്.
ദൈവത്തിന് വേണ്ടിയും വിശ്വസിക്കുക. ഞാൻ സ്ഥലമൊരുക്കാൻ പോവുക, ഒരുക്കേച്ച് തിരിച്ചു വന്ന് കണ്ടേച്ചു പോകുമല്ല, നിങ്ങളെ എന്റെ അടുക്ക കൊണ്ടുപോയി അതിലെ കൊണ്ടു നടക്കില്ല. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തും. വിശ്വസിക്കാം, നിങ്ങൾക്ക് വിശ്വസിക്കാം. ആ കഥ പറയാ, വീരത്തിൽ നിന്റെ കിടക്ക മാറ്റി വിരിച്ചു വിശ്വസിക്കൂ. വീരത്തിൽ കിടക്ക മാറ്റി വിരിച്ചു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. വിശ്വസിച്ച് നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഞാൻ നിന്നെ അനാഥനായിട്ട് വിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല. വിശ്വസിച്ച് തീരം കൊണ്ട് നടന്നാൽ നീ വെന്തു പോകത്തില്ല, പെരുവെള്ളം നിന്നെ മുത്തിക്കളയത്തില്ല, നിനക്ക് വേണ്ടി വഴി നൽകും. ഇതവന്നെ ആ രകതനെ പിന്തിരിക്കവന ഇന്ന് രാത്രി വിടുതൽ നടക്കട്ടെ. വിടുതൽ വിശ്വസിച്ച്, യേശുവിനെ വിശ്വസിച്ച്, യേശു വിശ്വസ്തൻ, യേശു വിശ്വസ്തൻ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ആഴമായി വിശ്വസിച്ച്, ഉപേക്ഷിക്കാത്ത ദൈവം, തള്ളിക്കളയാത്ത ദൈവം, കൈവിടാത്ത ദൈവം, രക്ഷിക്കുന്ന ദൈവം, പാപത്തെ മോചിക്കുന്നവൻ, ലോകത്തെ സൗഖ്യമാക്കുന്നവൻ, ബലഹീനതകളെ താഴ്ത്തുന്നവൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ തിരികെപ്പെട്ടവന് അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്.